മുൻ MLA ആയ സ്വരാജ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ആ പരാജയത്തിലും ഒരു തരത്തിലുള്ള നിരാശയും പ്രകടിപ്പിക്കാതെ അന്നു മുതൽ തന്നെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ തുടരുകയും ഇടതുപക്ഷത്തിൻ്റെ യുവത്വത്തിൻ്റെ ധീരമായ വക്താക്കളിൽ ഒരാളായിട്ട് പല ഘട്ടങ്ങളിൽ മാറുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് സ്വരാജ്. ഇടത് സ്വതന്ത്രനായിരുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് മുന്നണി വിട്ടതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത് എന്ന കാര്യം ഓർമ്മിക്കുക. അൻവറിന്റെ രാജിക്ക് പിന്നാലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല CPIM സ്വരാജിന് നൽകിയിരുന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ തന്നെ സ്വരാജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മാറുമെന്നുള്ള സൂചനയുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സ്വരാജ് നിലമ്പൂരിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിനെ സധീരം നേരിടാൻ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിലമ്പൂർ സ്വദേശിയായ സ്വരാജ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് ഉയർന്നു വന്നത് എന്ന കാര്യം ഓർമ്മിക്കുക. ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററാണ്. ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി, മലപ്പുറം ജില്ലാ സെക്രട്ടറി, DYFI സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികളൊക്കെ സ്വരാജ് വഹിച്ചു. 2016-2021 കാലഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിലെ നിയമസഭാ അംഗമായിരുന്നു സ്വരാജ്. DYFIയുടെ മുഖമാസികയായ യുവതാരയുടെ എഡിറ്റർ പദവിയും വഹിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിൽ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ നിമിഷം മുതൽ ചൂടുപിടിച്ചിരിക്കുന്നു. 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും അവിടെ ജയപരാജയ സാധ്യതകൾ ഉള്ളത് LDFനും UDFനും മാത്രമാണ്. അതുകൊണ്ട് NDAക്ക് അവിടെ പ്രസക്തിയേ ഇല്ല. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പോരാട്ട വീര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. സ്വരാജ് ഈ നിമിഷം മുതൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത്, സ്വരാജ് എന്നീ 2 വ്യക്തിത്വങ്ങൾ മാത്രമായിട്ട് നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിട്ടാണ് ഇനി അനിശ്ചിതത്വം ബാക്കിയുള്ളത്. BJP മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ BDJS മത്സരിക്കാനാണ് സാധ്യതയുള്ളത്. എന്തായാലും UDFന്റെ ഭാഗമാക്കിയില്ലെങ്കിൽ മത്സരിക്കുമെന്നുള്ള ഭീഷണി ഇപ്പോഴും മുഴക്കിക്കൊണ്ട് ഒരു ഭാഗത്ത് PV അൻവർ തുടരുകയും ചെയ്യുന്നുണ്ട്. D ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സ്വരാജിന്റെ ഈ സ്ഥാനാർത്ഥിത്വം ഏതൊക്കെ തരത്തിലാണ് നിലമ്പൂരിനെ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നത് D ബിനോയ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തി തീയതി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ സ്വരാജിൻ്റെ പേരാണ് ഏറ്റവും ആദ്യം തന്നെ ഉയർന്നു കേട്ടിരുന്നത്. കാരണം അദ്ദേഹം മലപ്പുറം ജില്ലയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, അതിനുപരി നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഒക്കെയാണ്. അതുമാത്രവുമല്ല, അദ്ദേഹത്തിനെ മത്സരിപ്പിക്കണം എന്ന് തന്നെയാണ് പാർട്ടി സെക്രട്ടേറിയറ്റിലെ നല്ലൊരു വിഭാഗം നേതാക്കന്മാരും മുന്നോട്ട് വെച്ച അഭിപ്രായം. കാരണം പാർട്ടി ചിഹ്നത്തിൽ ഉള്ള ഒരാൾ തന്നെ അവിടെ മത്സരിക്കണം എന്നൊരാവശ്യം കൂടി ഉയർന്നു വന്നിരുന്നു. ഈ സ്വതന്ത്രന്മാരെ പലപ്പോഴായി പരീക്ഷിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ ആ തെരഞ്ഞെടുപ്പ് പരീക്ഷണങ്ങൾ അത് ഒഴിവാക്കിയിട്ട് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്ന ഒരു നിർദ്ദേശം പാർട്ടി സംസ്ഥാന നേതാക്കന്മാരും ഒപ്പം ദേശീയ നേതാക്കളും മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പേരുകൾ ആദ്യഘട്ടത്തിൽ പരിഗണനയിൽ വന്നത്. P. ഷബീർ, ഷറോണ റോയ്, ഒപ്പം സ്വരാജ്. അതിൽ ഏറ്റവും കൂടുതൽ പരിണിതപ്രജ്ഞനും പാർട്ടിക്ക് കൂടുതൽ അവിടെ മലപ്പുറത്ത് അടുപ്പമുള്ള ആളുമായ സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ LDF യോഗത്തിന് ശേഷമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ നേരത്തെ തന്നെ അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം അത് വൈകിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇടതുമുന്നണി നേതാക്കളുമായി ടെലഫോണിലൂടെ സംസാരിച്ച് സ്ഥാനാർത്ഥി തീരുമാനങ്ങൾ അറിയിച്ചാൽ മതിയാകും എന്നൊരു നിർദ്ദേശം കൂടി ഉയർന്നു വന്നിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. അതിന് തൊട്ടു പിന്നാലെയാണ് ഇടതുമുന്നണി നേതാക്കളെ ആയിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ബന്ധപ്പെടുകയും ഒപ്പം ഈ സ്ഥാനാർത്ഥി ഇന്നാരാണെന്ന് അറിയിച്ചുകൊണ്ട് ഒരു മാധ്യമ സമ്മേളനത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടതുമുന്നണി യോഗം ഉണ്ടാകും. പക്ഷേ അതിൽ പാർട്ടി നയം അതല്ലെങ്കിൽ ഇടതുമുന്നണി എടുക്കേണ്ട തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കണം, ഏത് തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനം നിലമ്പൂരിൽ കാഴ്ചവെക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ചർച്ചയാവുക. എന്തായാലും പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് തന്നെ സ്വരാജ് മത്സരരംഗത്തേക്ക് വരുന്നു. മത്സരം വാശിയേറിയതാവും. കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയ്ക്ക് മുഴുവൻ ആളുകളെയും പ്രവർത്തന രംഗത്ത് എത്തിക്കാൻ പാർട്ടിക്ക് കഴിയും എന്നുള്ളതാണ് ഒരു ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. കാരണം ഒരു സ്വതന്ത്രനോ അല്ലെങ്കിൽ പൊതു താല്പര്യമുള്ള സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയധികം പാർട്ടി അണികൾ ആവേശത്തോടുകൂടി രംഗത്തിറങ്ങണം എന്നില്ല. എന്തായാലും എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല, അദ്ദേഹം SFIയുടെ ജില്ലാ സെക്രട്ടറി ആയി പ്രവർത്തിച്ച സ്ഥലം, ഇതൊക്കെ കണക്കിലെടുക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരിൽ ഒരു അട്ടിമറി വിജയം, അതായത് UDFനെതിരെ ഒരു വലിയ മികച്ച വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ CPIM നേതാക്കന്മാർക്കുണ്ട്. അതുതന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചിരിക്കുന്നത്. കാരണം അവിടെ ഒരിക്കൽ പോലും അതിനെ ഒരു UDF കോട്ട എന്ന് പറയാൻ കഴിയില്ല. പല ആവർത്തി അവിടെ നിന്നും CPIMൻ്റെ നേതാക്കന്മാർ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അവിടുത്തെ മണ്ണ്, പ്രത്യേകിച്ചും മലയോര കർഷകരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആ പ്രദേശവുമായി ഇടപെട്ട് പരിചയം എം സ്വരാജിനുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. ഇപ്പോൾ ഈ 3 പേരുകളിൽ ഏറ്റവും കൂടുതൽ പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയവും ഒപ്പം ആ മേഖലയിൽ കൂടുതൽ പരിചയമുള്ള അല്ലെങ്കിൽ നിലമ്പൂരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള എം സ്വരാജിനെ തന്നെ തീരുമാനിച്ചത്. ഇനി വളരെ വൈകാതെ തന്നെ പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് നിലമ്പൂരിലേക്ക് പോകും. എം സ്വരാജ് ഇന്ന് തന്നെ നിലമ്പൂരിലേക്ക് തിരിക്കും എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇടതുമുന്നണി യോഗം മാത്രമാണ് ചേരാനുള്ളത്. എന്തായാലും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു മത്സരത്തിലേക്ക് നിലമ്പൂർ കടക്കുന്നു എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. കാരണം ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ് എം സ്വരാജ് മത്സരിക്കുന്നത്. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും PV അൻവർ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലമ്പൂരിലുണ്ട്. ഇതെല്ലാം, അതായത് UDFനകത്തുള്ള പടലപ്പിണക്കങ്ങൾ മുതലെടുക്കുവാൻ എം സ്വരാജിന് കൃത്യമായും കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി പാർട്ടി വെച്ചു പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ കൃത്യമായി നിറവേറ്റാൻ കഴിയാതെ ഇട്ടെറിഞ്ഞിട്ട് പോയ ഒരാളാണ് PV അൻവർ എന്നാണ് എം സ്വരാജ് പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ കോൺഗ്രസ് കുഴിച്ച കുഴിയിൽ വീഴുകയും അതോടുകൂടി തന്നെ PV അൻവറിൽ പ്രതീക്ഷ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എം സ്വരാജിന് വലിയ തരത്തിലുള്ളൊരു വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനുണ്ട്. MS ബിനോയ്, എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം എം സ്വരാജിനെ കൂടി അടുത്തിരുത്തിക്കൊണ്ട് MV ഗോവിന്ദ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എം സ്വരാജിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം സ്ഥാനാർത്ഥിയെ നിർണയിച്ച് പ്രഖ്യാപിക്കാൻ വൈകിയല്ലോ എന്നുള്ളതായിരുന്നു. ഒരു തരത്തിലും വൈകിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നായിരുന്നു പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ പ്രഖ്യാപിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് എം സ്വരാജ് പറഞ്ഞത്. വാസ്തവത്തിൽ എം സ്വരാജിന് മറ്റൊരു ഉത്തരം കൂടി വേണമെങ്കിൽ പറയാമായിരുന്നു. ആ ഒരു ഉത്തരം എന്ന് പറയുന്നത്, ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് LDF ആണ്, UDF അല്ല എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാമായിരുന്നു. കാരണം ഔദ്യോഗികമായി ഇപ്പോഴും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഏകകണ്ഠമായും ഏകപക്ഷീയമായിട്ടും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥിയെയാണ്. UDFന്റെ സ്ഥാനാർത്ഥി ഇപ്പോഴും ഒരു കയ്യാലപ്പുറത്താണല്ലോ. PV അൻവർ UDFന്റെ അസോസിയേറ്റ് മെമ്പർ ആകപ്പെടുമെന്ന് കരുതപ്പെടുന്ന PV അൻവർ ആ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചിട്ടില്ലല്ലോ. PV അൻവർ അംഗീകരിക്കാത്തിടത്തോളം UDFനെ സംബന്ധിച്ചിട്ടൊരു ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ എന്നൊക്കെ വേണമെങ്കിൽ പരിഹാസത്തിന്റെ ഭാഷയിൽ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ നിറപുഞ്ചിരിയോടുകൂടി എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ടും മറ്റും അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും നടത്താതിരിക്കുക എന്നുള്ളതാണ് ഏതൊരു സ്ഥാനാർത്ഥിയുടെയും മാന്യമായ കടമ എന്നുള്ളത് കൊണ്ട് എം സ്വരാജ് അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്നും സൂചിപ്പിക്കാവുന്നതാണോ? MS അത് മാത്രവുമല്ല, PV അൻവറിനെതിരെ എം സ്വരാജ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം വ്യക്തിപരമായ ഒരു കാര്യവും PV അൻവറിനെതിരെ പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് PV അൻവറിന് നിലമ്പൂരിൽ വിജയിക്കുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും CPIM ഒരുക്കി കൊടുത്തിരുന്നു. ഒരു പ്രാവശ്യം MLA ആയി, രണ്ടാം പ്രാവശ്യം MLA ആയതിനു ശേഷം അദ്ദേഹം തന്നെ വഴിവിട്ട് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വന്നത് എന്നാണ് എം സ്വരാജ് പറഞ്ഞു വെച്ചത്. അതിൻ്റെ അർത്ഥം അദ്ദേഹം വ്യക്തിഹത്യ നടത്തുവാനോ അല്ലെങ്കിൽ PV അൻവറിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കാനോ തയ്യാറായിട്ടില്ല. അത് കൃത്യമായും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാരണം അവിടെ ഈ തീയതി എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നതാണ്, വെള്ളിയാഴ്ച 30-ാം തീയതി ആയിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ള കാര്യത്തിൽ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയം അപ്പോൾ തന്നെ കൃത്യമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടക്കുകയും ചെയ്തു. ഇവിടെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു പ്രതിസന്ധിയും ഇല്ല എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പാർട്ടി മറ്റു തലങ്ങളിലേക്കൊന്നും ഒരു ആലോചനയിലേക്ക്
പോയില്ല. ആദ്യം ചില ഊഹാപോഹങ്ങളൊക്കെ വന്നിരുന്നു. അവിടെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില പൊതു താല്പര്യക്കാരായ ആളുകളെ അവരുടെ പേരുകളൊക്കെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിലേക്കൊന്നും കടക്കാതെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 3 പേരുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പാർട്ടി ആദ്യഘട്ടം മുതൽ ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന പാർട്ടി നേതൃയോഗത്തിൽ തന്നെ ഈ 3 പേരുകളാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പി ഷബീർ, ഒപ്പം ഷറോണ റോയ്, അതുകൂടാതെ എം സ്വരാജ്. അതിൽ മുന്തിയ പരിഗണന എം സ്വരാജിനായിരുന്നു. അന്ന് തന്നെ എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമെന്ന് ചില പാർട്ടി നേതാക്കന്മാർ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഔദ്യോഗിക പ്രഖ്യാപനം വരെ കാത്തു നിൽക്കുകയായിരുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റ് തുടങ്ങി വലിയ താമസമില്ലാതെ തന്നെ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരാൻ CPIM-ന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയത്തക്ക കാര്യമാണ്. ഇനി ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടിക്ക് കഴിയും. അത്തരത്തിൽ ഒരു ക്രമീകരണം അവിടെ നടത്തിക്കഴിഞ്ഞിരിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പാർട്ടി നിലമ്പൂരിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഓരോ പഞ്ചായത്തുകളിലും ചുമതല കൊടുക്കേണ്ട നേതാക്കന്മാരെ തീരുമാനിച്ചു. പഞ്ചായത്ത് തലത്തിൽ ചുമതലകൾ നൽകി അവരുടെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പാർട്ടി ബ്രാഞ്ച് തലം മുതലുള്ള ആളുകൾക്ക് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വീടുകൾ കയറി ഇറങ്ങുള്ള വോട്ടഭ്യർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചുമതലകൾ നൽകിയിരുന്നു. ഇനി ഇവരെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയം വളരെ വേഗത്തിലാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ പങ്കുവച്ചത്. MS നിലമ്പൂരിൽ ഇനി രാഷ്ട്രീയം സംസാരിക്കും എന്നുള്ള നിലയ്ക്കാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം വരുന്ന പല പോസ്റ്റുകളിലെയും പ്രധാനപ്പെട്ട സമാനമായ സവിശേഷമായ ഒരു കമന്റ് എന്ന് പറയുന്നത്. നിലമ്പൂരിൽ ഇനി രാഷ്ട്രീയം സംസാരിക്കും. എം സ്വരാജിനെ പോലെ CPIM-ന്റെയും LDF-ന്റെയും നയങ്ങളെക്കുറിച്ച് ഏത് പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥകൾക്കിടയിലും വ്യക്തതയോടുകൂടിയും സുതാര്യതയോടുകൂടിയും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടിയും ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മാറുമ്പോൾ ഓരോ പ്രചാരണ വേളയിലും ഓരോ പ്രസംഗത്തിലും രാഷ്ട്രീയ പ്രസംഗത്തിലും പ്രചാരണ പ്രസംഗത്തിലും പൊതുപ്രസംഗത്തിലും നേതാക്കളുമായിട്ടുള്ള ഒരുമിച്ചുള്ള സംഭാഷണത്തിലും വോട്ടർമാരോട് ഇടപഴകി അടുത്ത് ചെന്ന് ഉള്ള സംസാരത്തിലുമൊക്കെ രാഷ്ട്രീയം പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരും. അപ്പോൾ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നിലവിലിരിക്കുന്ന വികസനത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്ന രീതിയിലേക്ക് അത് മാറും. അത് ആയിരുന്നില്ല ഈ തലേന്ന് വരെയോ അല്ലെങ്കിൽ ഇന്ന് വരെയോ. നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനലബ്ധികളെക്കുറിച്ച് പദവികളെക്കുറിച്ചുള്ള സംഭാഷണങ്ങളായിരുന്നു. UDF പ്രവേശനത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങളായിരുന്നു. തനിക്ക് തൻ്റെ പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനലബ്ധിയെക്കുറിച്ച് PV അൻവർ മുന്നോട്ട് വച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ഗ്രൂപ്പ് തർക്കങ്ങളിലേക്ക് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അത് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതേ